ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 24 പുറത്തുവിട്ട ബാർക്ക് തട്ടിപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. സംസ്ഥാന DGPയിൽ നിന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. FIRൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാനാണ് നിർദ്ദേശം. സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പാർലമെന്റിനെ അറിയിച്ചു. ടെലിവിഷൻ റേറ്റിംഗ് കൂടുതൽ സുതാര്യവും നീതിയുക്തവുമാക്കാൻ നടപടി തുടങ്ങിയെന്നും മന്ത്രി സഭയെ അറിയിച്ചു. ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ കേരളത്തിലെ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് പുറത്തുകൊണ്ടുവന്ന 24 ന്യൂസിന്റെ ഓപ്പറേഷൻ സത്യയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. FIRൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അറിയിക്കാനാണ് നിർദ്ദേശം. റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ച 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചു. MP-മാരായ K. സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള പാരഡി ഗാനത്തിനെതിരെയുള്ള പരാതിയിൽ പോലീസ് കേസ് എടുത്തേക്കും. ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചുള്ള പരാതി സംസ്ഥാന പോലീസ് മേധാവി ADGPക്ക് കൈമാറി. പ്രാഥമിക അന്വേഷണത്തിന് സൈബർ SP-യെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയ വിവാദവും ചൂടേറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കേന്ദ്രങ്ങളിൽ ഹിറ്റായ പാരഡി ഗാനത്തിൽ വിവാദം കടുക്കുന്നു. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. പാരഡി ഗാനത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങി. കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നതല്ല, ഈ പാട്ടിൽ നിന്നുള്ള അയ്യപ്പനും ശാസ്താവും ഒഴിവാക്കണമെന്ന് മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. എന്റെ വിശ്വാസത്തെ അണിക്കുന്നതായതുകൊണ്ട് എനിക്ക് അതങ്ങനെ തന്നെ ഉറച്ചു നിന്ന് തന്നെ ആ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. കേസെടുക്കാനുള്ള നീക്കത്തെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്? ഇത് BJP-ക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ. ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാണ് CPIM നിലപാട്. അപ്പോൾ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. പ്രവാസിയായ GP കുഞ്ഞബ്ദുള്ളയാണ് പാരഡി ഗാനം എഴുതിയത്. മലപ്പുറം സ്വദേശി ഡാനിഷ് മുഹമ്മദാണ് ഗാനം ആലപിച്ചത്. 24 തിരുവനന്തപുരം. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ഇന്നലെ അവതരിപ്പിച്ച G-Ram-G ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയുള്ള പുതിയ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ വ്യവസ്ഥകളിൽ ആശങ്ക അറിയിച്ചിരുന്നു. ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ്. ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് ഇടതു പാർട്ടികളും ആഹ്വാനം ചെയ്തു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ച ആണവോർജ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടങ്ങി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പരാതിയിൽ 2ാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കാൻ പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള മാർട്ടിന്റെ വീഡിയോയിലാണ് നടപടി. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം അതിജീവിത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കേസിൽ പോരാട്ടം തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അതിജീവിതയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒപ്പമുണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പിന്നാലെയാണ് നടി നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ പോലീസ് നടപടി. ബുധനാഴ്ചയോടെ FIR രജിസ്റ്റർ ചെയ്ത് പ്രതികളുടെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിജീവിതയെ അധിക്ഷേപിച്ചവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. തന്റെ പേര് വെളിപ്പെടുത്തി തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ദൃശ്യം മനഃപൂർവ്വം പ്രചരിപ്പിച്ചെന്നാണ് അതിജീവിതയുടെ പരാതി. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. കേസിന്റെ വിചാരണ കാലയളവിൽ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത്. വിചാരണ കോടതി തള്ളിയ വാദങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. കേസിൽ മാർട്ടിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി 20 വർഷ കഠിന തടവ് ശിക്ഷിച്ചിരുന്നു. 24 തിരുവനന്തപുരം. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖല ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന വിചിത്ര ആവശ്യവുമായി BMS.
നാളെ നടക്കുന്ന കേരള ആഘോഷങ്ങളിൽ ഗണഗീതം ആലപിക്കണം എന്നാവശ്യപ്പെട്ട് BMS അധികൃതർക്ക് കത്തു നൽകി. എതിർപ്പുമായി ഇടത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്തെത്തി. ക്രിസ്മസ് കരോൾ ആഘോഷങ്ങളിൽ ഗണഗീതം ആലപിക്കണമെന്നാവശ്യപ്പെട്ട് BMS യൂണിയനായ ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയനാണ് കത്ത് നൽകിയത്. നാളെ നടക്കുന്ന റീക്രിയേഷൻ ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ദേശഭക്തി ഗാനം കൂടി ആലപിക്കണം. വന്ദേ ഭാരത് ഉദ്ഘാടന വേളയിൽ കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനം ആലപിക്കാമെന്നും BMSന്റെ കത്തിൽ പറയുന്നു. ഡയറക്ടർ ഓഫ് പോസ്റ്റൽ സർവീസ് കേരള സർക്കിളിനാണ് കത്ത് നൽകിയത്. BMS ആവശ്യത്തിൽ എതിർപ്പുമായി ഇടത് കോൺഗ്രസ് അനുകൂല സംഘടനകൾ രംഗത്തെത്തി. അവിടെ ക്രിസ്തീയ ഗാനങ്ങൾ തന്നെയായിരിക്കണം കരോൾ ഗാനമായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിന് പകരമായിട്ട് ഗണഗീതം ആലപിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സംഘടനയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിലുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കാൻ BMS യൂണിയൻ തയ്യാറായില്ല. 24 തിരുവനന്തപുരം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രതിസന്ധി നീങ്ങുന്നു. കൂടുതൽ സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നൽകി. സിനിമകളുടെ പട്ടിക കേന്ദ്രത്തിന് അയക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്ന ആരോപണം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി തള്ളി. പലസ്തീൻ 36, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗസ ഉൾപ്പെടെ 15 സിനിമകൾക്കാണ് കേന്ദ്രം പ്രദർശനാനുമതി നൽകിയത്. ഇന്നലെ രാത്രിയോടെ തന്നെ 9 സിനിമകൾക്ക് അനുമതി ലഭിച്ചിരുന്നു. ഇനി 4 സിനിമകൾക്കാണ് അനുമതി ലഭിക്കാനുള്ളത്. കേന്ദ്രം അനുവദിച്ചില്ലെങ്കിലും എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന നിലപാടിലാണ് സർക്കാർ. ഇപ്പോൾ നമ്മൾ അനുമതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 19 സിനിമകളും കാണിക്കുമെന്ന് CM തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വളരെ സുഗമമായ ഒരു നടത്തിപ്പാണ് അക്കാദമി ആഗ്രഹിക്കുന്നത്. ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനേ അല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ തീരുമാനം ധീരമെന്ന് അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി 24നോട് പ്രതികരിച്ചു. I think it is a very, very strong position that Kerala government has taken, and we support it, and we are related at that position taken by the government of Kerala. മേളയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് വിവാദങ്ങളിൽ റസൂൽ പൂക്കുട്ടിയുടെ പ്രതികരണം. അതിനിടെ പ്രതിസന്ധിക്ക് കാരണം നടപടിക്രമങ്ങളിലെ ചലച്ചിത്ര അക്കാദമിയുടെ വീഴ്ചയെന്ന് ദീപിക സുശീലന്റെ ആരോപണം. 2022 IFFKയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്നു ദീപിക. എന്നാൽ ദീപികയുടെ ആരോപണം ചലച്ചിത്ര അക്കാദമി പൂർണ്ണമായും തള്ളി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറാണ് അറസ്റ്റിലായത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ശ്രീകുമാർ. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എത്ര പ്രധാനപ്പെട്ടതാണ് SITയുടെ ഈ നീക്കം, ഈ അറസ്റ്റ്? വിജയകുമാർ, ഇന്നിപ്പോൾ രാവിലെയാണ് ഇദ്ദേഹത്തെ, അതായത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിനെ തിരുവനന്തപുരത്തെ ഇഞ്ചിക്കൽ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ശബരിമല സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുത്തത് മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്താണ്. പക്ഷേ ഇത് കൊണ്ടുപോയത്, ഇളക്കി കൊണ്ടുപോയത് ഈ ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന സമയത്താണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനും അതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. നേരത്തെ തന്നെ നമുക്കറിയാം ജയശ്രീയും അതുപോലെ തന്നെ ഈ ശ്രീകുമാറും ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. തുടർന്നാണ് ശ്രീകുമാറിനെ ഈ SIT സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഒരു അറസ്റ്റ് കൂടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ രീതിയിലുള്ള ഒരു ഇടപെടലിലേക്ക് SIT പോകുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പമൊന്ന് അറസ്റ്റ് ഉള്ള നടപടികൾ അടക്കമുള്ളതിൽ അല്പമൊന്ന് മൗനം പാലിച്ചെങ്കിലും അതിനുശേഷം ഇപ്പോൾ SIT തുടർ നടപടികളിലേക്ക് പോകുന്നു. ഇനി ജയശ്രീയെ കൂടി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ ജയശ്രീയെയും വിളിച്ചു വരുത്തും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. വിജയകുമാർ. റിനു, ഇപ്പോൾ ഈ ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുകയാണോ? തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? കോടതിയിൽ എപ്പോൾ ഹാജരാക്കും? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? നിലവിൽ രാവിലെ തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിൽ ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. തുടർന്നാണ് ഇയാളെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. കൊല്ലം കോടതിയിലാവാനാണ് സാധ്യത എന്നുള്ള വിവരമാണ് നമുക്ക് ഉള്ളത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് തുടരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ
ചോദ്യം ചെയ്യണം, മൊഴിയെടുക്കണം എന്നുള്ള ആവശ്യം നിലവിൽ പ്രതിപക്ഷ നേതാവ് അടക്കം വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഗ്വാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ കൂടി SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ജയശ്രീയെ വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യും. നിലവിൽ കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെയും അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി നോക്കി അറിയേണ്ടത്. 2019 കാലത്ത് സന്നിധാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. സ്വർണ്ണപ്പാളി കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്, ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പനമരത്തിന് സമീപം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാടുകയറി. കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായി. പാതിരി വനമേഖലയിലേക്കാണ് കടുവ കയറിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി ആശങ്കയുടെ മുൾമുനയിലായിരുന്നു ആ നാട്. കുറച്ച് ആശ്വാസം കിട്ടുന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്, കടുവ കാട് കയറി എന്നതല്ലേ? തീർച്ചയായും വലിയ ആശ്വാസം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന് ആശ്വാസം, നാട്ടുകാർക്ക് ആശ്വാസം. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖലയിൽ വലിയ അലോസരം സൃഷ്ടിച്ചിരുന്നു കടുവ. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. എന്തായാലും അത് കാട് കയറിയിരിക്കുന്നു. പാതിരി വനമേഖലയിൽ ഇതിന്റെ പഗ്മാർക്കടക്കം ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. DFO അജിത് കെ രാമൻ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ഒരു സ്ഥിതി, എന്താണ്? നമസ്കാരം. നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ രാവിലെ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ടൈഗറുടെ പഗ് മാർക്സിനെ ഫോളോ ചെയ്തിട്ട് നമ്മളിപ്പോൾ അത് പാതിരി റിസർവ് വരെ അതിൻ്റെ പഗ് മാർക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന പഗ് മാർക്ക് ഡേറ്റാണ് വെച്ച് നോക്കുമ്പോൾ അത് ആ കടുവ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. സോ പിന്നെ ഇതോടെ തന്നെ നിർത്താതെ നമ്മൾ ഇനി തുടർന്ന് നമ്മളിവിടെ നൈറ്റ് പാട്രോളിങ്ങും പിന്നെ ഡ്രോൺ സർവൈലൻസും ചെയ്യും. ഒരു പ്രൊട്ടക്റ്റീവ് മെഷറായിട്ട് ഇന്നും 1-2 ദിവസങ്ങളിലേക്ക് നമ്മളത് ഒന്ന് മുന്നോട്ട് എടുത്തു പോകാം. പക്ഷേ ഇത് തിരികെ എത്താനുള്ള അത്തരം സാധ്യതകളൊക്കെ ഉണ്ടോ? സാധ്യതകൾ കുറവാണ്. കാരണം ഇതൊരു സ്ട്രേയിങ് ടൈഗറാണ്. പറയുന്ന ബ്രീഡിംഗ് സീസണിൽ ഈ പറയുന്ന സ്ട്രേ ചെയ്ത് വന്ന ഒരു ആനിമലാണ്. ഇത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ 112 എന്ന് പറയുന്ന ടൈഗറാണെന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. വണ്ടിക്കടവ് ഭാഗത്താണ് ആദ്യം ഇതിനെ കണ്ടത്. അപ്പോൾ ഇതൊരു യൂഷ്വൽ ബിഹേവിയറാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് തിരിച്ച് കാട്ടിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സ്ഥിരീകരണം. ഇത് പാതിരി വനമേഖലയിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടെ തുടർ നിരീക്ഷണത്തിനായിട്ട് നമ്മൾ ക്യാമറ ട്രാപ്പുകളും പാട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പ്രദേശത്തും നമ്മൾ പാട്രോളിംഗ് തുടരുന്നതാണ്. എന്തായാലും വലിയ ആശ്വാസമാണ്, ഈ നാടിനെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കാതെ കടുവ തിരികെ കാട്ടിലേക്ക് തന്നെ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, പാതിരി വനമേഖലയിലേക്ക് കടുവ കയറിയിട്ടുണ്ട്. അക്കാര്യം വനവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 1-2 ദിവസം കൂടി ആ മേഖലയിൽ പരിശോധന തുടരും എന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ജയിൽ DIG വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ വിനോദ് കുമാർ ചെയ്തു കൊടുത്തു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനുള്ള തെളിവുകളും വിജിലൻസിൽ ലഭിച്ചു. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഇത് ഏത് കേസിലെ പ്രതികൾക്കാണ് ഇത്തരത്തിൽ വഴിവിട്ട് സഹായം ചെയ്യുകയും അവർ പ്രത്യുപകാരം നൽകി അത് സ്വീകരിക്കുകയും ചെയ്തത് ഈ വിനോദ് കുമാർ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ജയിൽ DIG ആണെങ്കിലും ഈ വിനോദ് കുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങി, അതായത് പണം വാങ്ങി തടവുകാർക്ക് സഹായം ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയത് നേരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലെ DIG ആയിരിക്കുന്ന സമയം മുതൽ തന്നെ, അതായത് ഏകദേശം ഒരു 6 മാസം മുൻപ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വിജിലൻസിന്റെ പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലായിരുന്നു അതിനുശേഷം പിന്നീട് നേരെ ജയിൽ DIG-യിലേക്ക്, ആ തസ്തികയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മേധാവിയായി എത്തുന്നു. അങ്ങനെയുള്ള സമയത്ത് വീണ്ടും നിരീക്ഷണം ഏർപ്പെടുത്തി. പിന്നീടാണ് ഗൂഗിൾ പേ മുഖേന ഈ ജയിൽ തടവ് പുള്ളികളുടെ ബന്ധുക്കളിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ തന്നെ ഗൂഗിൾ പേ മുഖേന പണം ലഭിച്ചതായി തെളിവ് ലഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 1,80,000 രൂപ വാങ്ങിയതായി വിനോദ് കുമാറിന്റെ മൊബൈൽ ഫോണിൽ നിന്നും തെളിവ് ശേഖരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ വൈരുദ്ധ്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റു തെളിവുകൾ കൂടി നിലവിലെ വിജിലൻസ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ജയിൽ DIG വിനോദ് കുമാറിനെതിരെ നിലവിൽ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ
വിനോദിന് വിജിലൻസ് ശുപാർശ നൽകിയിട്ടുണ്ട്. ഇയാളുടെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ വേണമെന്ന ശുപാർശ നിലവിൽ വിനോദ്കുമാറെതിരെ വിജിലൻസ് നൽകിയിട്ടുണ്ട്. പൂജപ്പുര സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 കേസെടുത്തത്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപേ തന്നെ പരാതി ലഭിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി ഇയാൾ പണം വാങ്ങിയിരുന്നത് പണം ഈ തടവുകാർക്ക് സഹായം ചെയ്ത് നൽകുക, അതായത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധന സാമഗ്രികൾ ഈ ജയിലിലേക്ക് എത്തിച്ചു നൽകുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്കോ അകത്തുനിന്ന് പുറത്തേക്കോ, അത് മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടക്കം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ വാർത്തയായി പുറത്തു വന്നിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ജയിൽ DIG തന്നെ ഇതിന്റെ സഹായം ചെയ്തു വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മൊബൈൽ ഫോൺ അല്ലാതെ ഏതൊക്കെ കേസുകളിലെ പ്രധാനപ്പെട്ട പ്രതികളാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ തടവുപുള്ളികളാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കാണോ ഇയാൾ ഈ വഴിവിട്ട സഹായം ചെയ്തിട്ടുള്ളത്? പ്രത്യേകിച്ചും ഇതിൽ വിജിലൻസ് മനസ്സിലാക്കുന്നത് ഇയാൾ ഈ പണം വാങ്ങി സാധാരണക്കാരെ പണം വാങ്ങുന്ന തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമാണ്. അങ്ങനെയുള്ള സഹായം ചെയ്തു വന്നതിൽ മറ്റെന്തെങ്കിലും ആളുകൾക്ക് മറ്റു ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള സഹായം വഴിവിട്ട സഹായം ചെയ്യുമ്പോൾ ജയിൽ DIG അല്ലാതെ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥർക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ വഴിവിട്ട സഹായം ചെയ്തതിൽ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നിലവിൽ വിജിലൻസിന്റെ പരിധിയിലുണ്ട്. അതാണെങ്കിലും ഇയാൾക്കെതിരെ നിലവിൽ വിജിലൻസ് കേസെടുത്തിരിക്കുകയാണ്. ശരി മനീഷ്, എന്തായാലും അങ്ങേറ്റം ഗൗരവമുള്ള വിവരങ്ങളാണ് വരുന്നത്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ഈ വിനോദ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തു, അത് കണ്ടെത്തിയിട്ടുണ്ട്. വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു. മറ്റാരെങ്കിലും ഒക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. മനീഷ് മഹേപാലാണ് വിവരങ്ങൾ നൽകിയത്. സമരം ചെയ്തും കേസ് നടത്തിയും എതിരിട്ട ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചതിൽ CPM-ലും SFI-ലും എതിർപ്പ്. ശക്തിയായി എതിർത്തയാളെ തന്നെ ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി VC-ആയി നിയമിച്ചതാണ് എതിർപ്പിന് കാരണം. CPM BJP അന്തർധാരയുടെ തെളിവാണ് VC നിയമനത്തിലെ ഒത്തുതീർപ്പെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ സിസ തോമസ് ഇന്ന് ചുമതലയേറ്റു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണറും സർക്കാരും ഒത്തുതീർപ്പിലെത്തിയതിനെയും ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC-ആയി നിയമിച്ചതിനെയും CPM നേതാക്കളും DYFI നേതാക്കളും ഞെട്ടലോടെയാണ് കേട്ടത്. സിസ തോമസിനെ താൽക്കാലിക VC-ആയി നിയമിച്ചപ്പോൾ മുതൽ സാങ്കേതിക സർവകലാശാലയിൽ സമരവേലിയേറ്റമായിരുന്നു. SFI-യുടെയും DYFI-യുടെയും സമരത്തിൽ വലഞ്ഞത് വിദ്യാർത്ഥികൾ. നഖശികാന്തം എതിർത്ത സിസ തോമസിനെ വീണ്ടും VC-ആക്കിയതോടെ മുഖം നഷ്ടപ്പെട്ട നിലയിലാണ് CPI-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകളും. എന്തിനായിരുന്നു സമരമെന്ന ചോദ്യമാണ് പാർട്ടിയെയും പോഷക സംഘടനകളെയും വേട്ടയാടുന്നത്. ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സിസ തോമസിനെ വീണ്ടും നിയമിക്കേണ്ടി വന്നതിന് നാണക്കേട് വേറെ. VC നിയമനത്തിലെ ഒത്തുതീർപ്പ് CPM BJP ധാരണയുടെ തെളിവാണെന്നാണ് ആക്ഷേപം. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായിപ്പോയി? അതൊക്കെ മുകളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇത് തീർക്കാൻ? ഇതെങ്ങനെയും തീർക്കാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ വീണ്ടും പോകുന്നതിന് മുമ്പേ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയറാണ് അന്തർധാര. VC നിയമനത്തിലെ ഒത്തുതീർപ്പ് രാഷ്ട്രീയ വിവാദമാകുന്നതിൽ CPM-ന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തർക്കം തീർക്കാൻ വിട്ടുവീഴ്ച ചെയ്തുവെന്നാണ് നേതാക്കളുടെ ഭാഷ്യം. ഉന്നത വിദ്യാഭ്യാസ മേഖല ഗവർണർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാലും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നില ഉയർത്തിപ്പിടിക്കാൻ. അപ്പോൾ അതിന് സഹായകരമായ ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണറുടെ താല്പര്യപ്രകാരം സാങ്കേതിക സർവകലാശാല സ്ഥിരം VC-ആയി നിയമിക്കപ്പെട്ട സിസ തോമസ് ഇന്ന് ചുമതലയേറ്റു. നമ്മൾ പഴയത് ഓർക്കേണ്ടതില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ. ഇന്നിപ്പം കാണുന്ന ഒരു സ്വീകരണം സന്തോഷം തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരവാകൂ. ഒരു സംശയവും ഇല്ല, തീർച്ചയായിട്ടും സഹകരിച്ചുകൊണ്ടായിരിക്കും. സിസ തോമസിന്റെ നിയമനത്തെപ്പറ്റി SFI-യോ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ തലത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ സമ്മാനിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. മധ്യപ്രദേശിലെ സത്ന സർദാർ വല്ലഭായ് പട്ടേൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച 6 കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. തെലസീമിയയെ തുടർന്ന് രക്തം സ്വീകരിച്ച കുട്ടികളാണ് HIV ബാധ. ആശുപത്രിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികളുടെ മാതാപിതാക്കൾ രംഗത്തെത്തി. ആരിൽ നിന്നാണ് രക്തം സ്വീകരിച്ചതെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് മധ്യപ്രദേശ് സർക്കാർ ഉത്തരവിട്ടു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായി 2020 പരമ്പര പിടിക്കാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. പരമ്പരയിലെ 4ാം മത്സരം രാത്രി 7-ന് ലഖ്നൌവിലാണ്. കുട്ടിക്രിക്കറ്റിലെ അപ്രമാദിത്വം തുടരാൻ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ ലക്നൌവിൽ ജയിക്കാനായാൽ
ഇന്ത്യയെ കാത്തിരിക്കുന്നത് തുടർച്ചയായ 7ാം പരമ്പര നേട്ടം. 5 മത്സര പരമ്പരയിൽ 2-1 നിർണായക ലീഡുള്ള ഇന്ത്യ ഇക്കളി തന്നെ ജയിച്ച പരമ്പരയുടെ കാര്യത്തിൽ തീരുമാനമാക്കാനാണ് കളത്തിലെത്തുക. ഇന്ത്യ 1ാം മത്സരത്തിൽ 101 റൺസിനും 3ാം മത്സരത്തിൽ 7 വിക്കറ്റിനും ജയിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക 2ാം കളിയിൽ 51 റൺസ് ജയം ആഘോഷിച്ചു. ബൗളർമാരുടെ ഉജ്ജ്വല പ്രകടനമാണ് ഇന്ത്യൻ ജയങ്ങൾക്ക് പിന്നിൽ. അഭിഷേക് ശർമ്മ ഒഴിച്ച ബാറ്റിംഗിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വീണ്ടും പരാജയമാകുമ്പോഴും സഞ്ജു സാംസണോടുള്ള അനീതി തുടരുകയാണ്. 2020-ൽ 3 സെഞ്ചുറിയുള്ള സഞ്ജുവിനെ ഇന്നും കഴിഞ്ഞ 14 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി പോലുമില്ലാത്ത ഗില്ലിന് വെള്ളം കൊടുക്കാനുള്ള ആളായി മാറ്റം ഗൗതം ഗംഭീർ. അതേസമയം പരമ്പരയിൽ ജീവൻ നിലനിർത്താൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് ദക്ഷിണാഫ്രിക്ക. ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാനായാൽ പ്രോട്ടീസിന് കിരീട പോരാട്ടം അവസാന കളിയിലേക്ക് നീട്ടാനാകും. സ്പോർട്സ് ഡെസ്ക് 24. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡലകാലം 1 മാസം പിന്നിടുമ്പോൾ ഇതുവരെ എത്തിയത് 26,81,000 തീർത്ഥാടകർ. ഇന്ന് ഉച്ചവരെ 50,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. മണ്ഡലപൂജ ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഭക്തർക്കായി ഈ മാസം 21 മുതൽ സദ്യ വിളമ്പും. ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചകൾക്കായി നാളെ പ്രത്യേക യോഗം ചേരുമെന്ന് K. ജയകുമാർ അറിയിച്ചു. അമേരിക്കയിലെ തൊഴിൽ വിവരങ്ങൾ വിപണിയിൽ സമ്മിശ്ര പ്രതികരണം ഉണ്ടാക്കിയതിനെ തുടർന്ന് രൂപ നില മെച്ചപ്പെടുത്തി. സർവകാല റെക്കോർഡിലേക്ക് താഴ്ന്ന ശേഷം തിരിച്ചുവരവിന്റെ പാതയിലാണ് രൂപ. രാജ്യാന്തര വില ഉയർന്നതിനെ തുടർന്ന് സ്വർണം പവന് 480 രൂപ കൂടി. കഴിഞ്ഞ 12 ദിവസങ്ങളായി തകർച്ച നേരിടുന്ന രൂപ ഇന്നും താഴ്ന്നാണ് വ്യാപാരം ആരംഭിച്ചത്. ഡോളറിനെതിരെ 4 പൈസ കുറഞ്ഞ് 91 രൂപ 7 പൈസയിലായിരുന്നു വ്യാപാര തുടക്കം. പിന്നീട് 1 രൂപ 6 പൈസ ഇടിഞ്ഞ് 91 രൂപ 16 പൈസ വരെ എത്തിയ ശേഷമാണ് രൂപ തിരിച്ചു കയറാൻ തുടങ്ങിയത്. രൂപയ്ക്ക് തുണയായത് ഇന്ന് റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലാണ്. ക്രൂഡ് വില താഴ്ന്നതിനെ തുടർന്ന് കയറ്റുമതിക്കാർ വിപണിയിൽ ഡോളർ ഇറക്കിയതോടെ രൂപ സുരക്ഷാ പരിധിയിലായി. ഈ വർഷം ഇതുവരെ 6% മൂല്യ തകർച്ചയാണ് രൂപയ്ക്കുണ്ടായത്. പോയ വാരം രൂപ അർജന്റൈൻ പെസോയ്ക്കും ടർക്കിഷ് ലീറയ്ക്കും പിന്നിലാകുന്ന കാഴ്ചയും വിപണി കണ്ടു. അയൽക്കാരായ ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും കറൻസി മൂല്യത്തിൽ വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ രൂപ നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് RBI. മികച്ച GDP വളർച്ചയും വ്യാപാരക്കമ്മി, വിലക്കയറ്റം എന്നിവ കുറയുന്നതുമുൾപ്പെടെ സമ്പദ്വ്യവസ്ഥ ആരോഗ്യകരമായ അവസ്ഥയിലെന്ന റിപ്പോർട്ട് വരുമ്പോഴാണ് രൂപയുടെ മൂല്യത്തകർച്ച. രാജ്യാന്തര വിപണിയിൽ ഇന്നലെ സ്വർണ്ണവില താഴ്ന്നെങ്കിലും ഇന്ന് $4,300 മുകളിലെത്തി. തുടർന്ന് സംസ്ഥാനത്തും സ്വർണ്ണവില കൂടി. പവന് 480 രൂപ കൂടി 98,640 രൂപയിലും ഗ്രാമിന് 60 രൂപ കൂടി 12,330 രൂപയിലുമാണ് വ്യാപാരം. ബിസിനസ് ഡെസ്ക് 24. ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ക്രിസ്മസ് കരോളിന് ഗണഗീതം ആലപിക്കണം, ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന BMSന്റെ ആവശ്യം സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഈ ക്രിസ്മസ് ആഘോഷം തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. പോസ്റ്റൽ തിരുവനന്തപുരം സർക്കിൾ ഓഫീസിലെ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കിയെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കരോൾ ഗാനത്തിനൊപ്പം ഗണഗീതം പാടണമെന്ന് BMS ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തീരുമാനം. പരിപാടി റദ്ദാക്കിയതായി ജീവനക്കാർക്ക് ഇമെയിൽ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ.